ഇന്ന് നമ്മൾ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഈ കാറ്ററിങ്ങിലൊക്കെ സെർവ് ചെയ്യുന്ന ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു നെയ്ച്ചോറാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാം, നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ ചെറിയ ജീരകശാല അരി ഉണ്ടല്ലോ, വളരെ കുഞ്ഞതായിട്ടുള്ള അരി, സാധാരണ നെയ്ച്ചോറിനും ബിരിയാണിക്കൊക്കെ എടുക്കുന്ന ആ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏത് ബ്രാൻഡ് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള അത് എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ 3 കപ്പിൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്റ്റൈലിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ 3 കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുക്കുക ഒരു 4-5 തവണ. അതിന് ശേഷം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് ഇതവിടെ മാറ്റി വെക്കാം കേട്ടോ. നിർബന്ധമായിട്ട് 15 മിനിറ്റ് വെക്കണം, അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് വേണ്ടത് എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി, ഇതൊന്ന് ചതച്ച് മാറ്റി വെക്കുക. പച്ചമുളക് ഞാൻ നല്ല എരിവുള്ളതുകൊണ്ട് 2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ചതച്ചതിന് ശേഷം നമുക്കിനി അടുത്ത ഒരു സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പോളം അണ്ടിപ്പരിപ്പ് ഒന്ന് ചേർത്തിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ കാറ്ററിങ്ങിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും കിട്ടണമെന്നില്ല. വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്ച്ചോറ് കഴിക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ്, ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കതെടുത്ത് മാറ്റാം, കരിഞ്ഞു പോകരുത്. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അതേപോലെ തന്നെ മുന്തിരിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അത് ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പഫായിട്ട് വരുന്ന സമയത്ത്, നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിനി എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതിനകത്തോട്ട് നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് വലുപ്പമുള്ള സവാളയാണെങ്കിൽ 1.5 മതി. ഒരു ചെറിയ 2 സവാള നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണിത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക, മാറി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കാരണം കരിഞ്ഞു കഴിഞ്ഞാൽ കയ്പ്പ് ടേസ്റ്റും വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ എടുത്ത് പുറത്ത് വെക്കുന്ന സമയത്ത് നല്ലോണം ഡാർക്കാവും. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് ഈ ഒരു പരുവത്തിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പുറത്ത് വെക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് കറുത്ത കളറിലേക്ക് മാറും. അപ്പോൾ ഇതേപോലെ 2 ബാച്ച് ഫ്രൈ ചെയ്ത് മാറ്റുക. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് പോട്ടൊന്ന് ചൂടാക്കാൻ വെക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, പക്ഷേ ഇത്രയും ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടെ ആ ഒരു കറക്റ്റ് ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുക. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് 1 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 3-4 ഏലക്ക, 4 ഗ്രാമ്പു, 2 സ്റ്റാർ അനീസ്, 2 കഷ്ണം പട്ട, 1 ബേ ലീഫ്, ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇതിൽ നല്ല ചൂടിങ്ങനെ മെയിൻറ്റെയിൻ ആയിട്ട് നിൽക്കൂട്ടോ. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെയും അതുപോലെ തന്നെ അലുമിനിയത്തിൻ്റെയിലൊക്കെ ബിരിയാണിയും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഡിഫറൻസ് തന്നെ ഇതിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടൈം കുറവേ വേണ്ടി വരുള്ളൂ. നോൺ സ്റ്റിക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും, കുറച്ച് കൂടുതൽ സമയം വേണം എല്ലാം വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഉള്ളി വഴണ്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ ചതച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും, അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ പച്ചമുളക് ചേർത്തെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല, അതിനനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാൻ. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനുള്ളത്. നമ്മൾ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അരിക്ക് നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ 4.5 കപ്പ് വെള്ളം മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1, 2, അതേപോലെ തന്നെ 3, 4, പിന്നെ അര, അങ്ങനെ നമ്മൾ 4.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുന്ന സമയത്ത് വെള്ളം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കൂടുതൽ ഉണ്ടാവണം, എന്നാലേ ചോറിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചോറ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്, എന്തായാലും ഉണ്ടാക്കി നോക്കുക.
അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 1/4 കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം മുഴുവനായിട്ട് ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. അരി നമ്മൾ 15 മിനിറ്റ് കുതിർത്തിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഇപ്പം നല്ല കൂട്ടിയിട്ട് വേണം ഉണ്ടാവാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വീണ്ടും തിളച്ച് തുടങ്ങണം. ആ സമയത്ത് ഫ്ലെയിം ഏറ്റവും ലോയിൽ വെക്കുക. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇടയ്ക്ക് 1-2 തവണ മാത്രം ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഒരുപാട് തവണ ഇളക്കിയാൽ കുഴഞ്ഞു പോവും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു തവണ മാത്രമേ ഇളക്കിയിട്ടുള്ളൂ. ഇപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് അടിയൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ നട്ട്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ദം ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നെയ്ച്ചോറിൽ ആ ഉള്ളി ഇങ്ങനെ കടിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടെ ഒന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് നന്നായിട്ട് ദമ്മായിട്ട് വരും. അപ്പോൾ ഇതിവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ തുറക്കണ്ട, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് തുറന്നാൽ മതി, ഒരു 5-8 മിനിറ്റ്. അപ്പോഴേക്ക് നന്നായിട്ട് കുറച്ചുകൂടെ ഒന്ന് സെറ്റായിട്ട് കിട്ടും. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ചോറ് നമുക്ക് വേണമെങ്കിൽ അരി ആദ്യം വറുത്തിട്ട് വെക്കാം, അങ്ങനെ വേണമെങ്കിലും വെക്കാട്ടോ. പക്ഷേ ഇങ്ങനെ വെച്ചാലും ആ കറക്റ്റ് നമുക്ക് ആ കാറ്ററിങ്ങിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.